നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജ്യോതിഷത്തിൽ ഏറ്റവും ശുഭഗ്രഹമായ വ്യാഴം അതിൻ്റെ സഞ്ചാരപഥത്തിൽ മാറ്റം വരുത്തുകയാണ്. വ്യാഴം വക്രഗതിയിലേക്ക് മാറുന്ന ഈ കാലയളവ് ചില നക്ഷത്രജാതകർക്ക് അവിശ്വസനീയമായ ഭാഗ്യങ്ങളാണ് കൊണ്ടുവരുന്നത്. വരാനിരിക്കുന്നത് ഇവരുടെ സുവർണ കാലഘട്ടമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുകയാണ്. അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരുകയാണ്. ധനം വരുന്നതിനോടൊപ്പം ഈ നക്ഷത്രജാതകർക്ക് വിദേശത്ത് പോകാനും അവിടെ നല്ല നിലയിൽ എത്തിച്ചേരാനും വിവാഹം, പ്രണയ സാഫല്യം ഒക്കെ നടക്കുവാനുമുള്ള യോഗം വന്നു ചേരുന്നു. ഇവരുടെ ഈ സുവർണ കാലഘട്ടത്തിൽ 12 രാശികളിലും 9 ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഗുണഫലങ്ങൾ നൽകുന്ന വ്യാഴത്തിൻ്റെ ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ സർവൈശ്വര്യം വന്നു ചേരുന്ന ആ 11 നക്ഷത്രജാതകർ ആരൊക്കെയാണ്? ഇവർക്ക് എങ്ങനെയുള്ള ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുക? ഇവരുടെ കടങ്ങളൊക്കെ മാറുമോ? ഇവർക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ച വന്നു ചേരുമോ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വ്യാഴത്തിൻ്റെ മാറ്റം ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന, ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരുന്ന, സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന, ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന ആ നക്ഷത്രജാതകരെ അറിയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയാം. ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് ഗുരു അഥവാ വ്യാഴം വിജ്ഞാനത്തിൻ്റെയും ധനത്തിൻ്റെയും പുത്രഭാഗ്യത്തിൻ്റെയും പ്രതീകമാണ്. വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ സ്വാധീനം സാധാരണയേക്കാൾ ശക്തമായിരിക്കും. ഇതിനർത്ഥം തടസ്സപ്പെട്ടു കിടന്ന പല കാര്യങ്ങളും പെട്ടെന്ന് നടപ്പിലാകും എന്നാണ്. അത് ജോലി തടസ്സമാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, വിവാഹ തടസ്സങ്ങളാകാം. അങ്ങനെ പല വിധത്തിലുള്ള തടസ്സങ്ങൾ അനുഭവിച്ചവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ഒരു നല്ല കാലം പിറക്കാൻ പോവുകയാണ്. സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. അങ്ങനെ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന, ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആ നക്ഷത്രജാതകരെ നമുക്കറിയാം. ഇവരെ സംബന്ധിച്ച് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ കാലം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടുന്നു. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാകും. ആ നക്ഷത്രം ഭാഗ്യമേറെയുള്ള, ജീവിതത്തിൽ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ച, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, തൻ്റെ സങ്കടങ്ങൾ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണം എന്ന് ആശിക്കുന്ന ആ നക്ഷത്രം മറ്റാരുമല്ല, അശ്വതി നക്ഷത്രമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഇവരുടെ സാമ്പത്തിക ഭദ്രതയൊക്കെ കൈവരുന്ന സമയമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി അശ്വതിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. വ്യാഴം വക്രഗതിയിലേക്ക് നീങ്ങുമ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും, എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് അശ്വതി എത്തിയിരിക്കുന്നത്. അശ്വതി ഭാഗ്യമാണ്. നിങ്ങളുടെ വീട്ടിൽ അശ്വതി ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അശ്വതി എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്ന സമയം. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന സമയം. എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വന്നു ചേരുന്ന സമയം. ഒരു വഴി അടഞ്ഞാൽ 1000 വഴികൾ ഇവർക്ക് തുറക്കപ്പെടുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടുന്ന സമയമാണ്. ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ
രോഹിണി നക്ഷത്ര ജാതകർക്ക് ഇനി കിട്ടും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, അതീവ സമ്പൽ സമൃദ്ധിയാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ രോഹിണി നക്ഷത്ര ജാതകർ പോവുക. അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ഒക്കെ നടത്തുക. കഴിയുമെങ്കിൽ ഒരു പാൽപ്പായസമൊക്കെ നടത്തുക. അതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കാൻ കാരണമാകും. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ്. ഇവർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ പുണർതത്തിന് കഴിയുന്നു. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, അതീവ സമ്പൽ സമൃദ്ധിയാണ്. അടുത്ത നക്ഷത്രം മകമാണ്. അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടുന്നു മകൻ നക്ഷത്ര ജാതകർക്ക്. മകത്തിന് ഇനി ഉയർച്ചയുടെ സമയമാണ്. എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ വലിയ ലാഭം കൊയ്യാൻ കഴിയും. എല്ലാ രീതിയിലും ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. ഉത്രത്തിൻ്റെ ഭാഗ്യദിനങ്ങളാണിനി. അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി നീരാഞ്ജനമൊക്കെ കഴിപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ഏറെ നാളായി നിങ്ങളെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങൾക്കും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ്. ചിത്തിരയുടെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയം. ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം. അടുത്ത നക്ഷത്രം വിശാഖമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ലാഭം ലഭിക്കും. പുതിയ നിക്ഷേപങ്ങൾക്ക് ഇത് നല്ല സമയമാണ്. നിങ്ങൾ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും നിങ്ങളെത്തുന്നു. അടുത്ത നക്ഷത്രം അനിഴമാണ്. വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും. അടുത്ത നക്ഷത്രം മൂലമാണ്. നിങ്ങളുടെ കടബാധ്യതകൾ മാറിക്കിട്ടും. നിങ്ങൾ ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ, ഹനുമാൻ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. വീട് പണി പൂർത്തിയാക്കാനോ പുതിയ വാഹനം വാങ്ങാനോ ഉള്ള യോഗം തെളിയുന്നു. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി കഴിയുന്നു. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് നിങ്ങളെത്തുന്നത്. അടുത്ത നക്ഷത്രം രേവതിയാണ്. വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ രേവതി നക്ഷത്ര ജാതകർക്ക് സാധിക്കുന്നു. കടങ്ങളൊക്കെ മാറുന്നു. ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരുന്നു. ഈ ഭാഗ്യകാലം പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ചില ലളിതമായ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ്. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് മഞ്ഞ നിറത്തിലുള്ള മധുര പലഹാരങ്ങൾ ദാനം ചെയ്യാനോ ശ്രമിക്കുക. ഇത് ഗുരുദോഷം ഉണ്ടെങ്കിൽ അത് മാറാനും ഐശ്വര്യം വർദ്ധിക്കാനും സഹായിക്കും. ഈ 11 നക്ഷത്ര ജാതകർക്ക് വരാനിരിക്കുന്നത് മഹാഭാഗ്യകാലമാണ്. ശുഭചിന്തയോടെ മുന്നോട്ട് പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ജ്യോതിഷ വാർത്തകൾക്കും അറിവുകൾക്കുമായി നമ്മുടെ ചാനൽ സന്തോഷ് ബ്ലോഗ്സ് ഓംകാരം സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.